ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാത വന്ദനം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി സങ്കീർത്തനം 11:2-3 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇത് ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിനും വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നതും അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഈ ഭാഗത്ത് നാം വായിച്ച് കേട്ടത് ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് എന്നാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ ശൗലിൻ്റെ ഭീഷണിയും അബ്ശലോമിൻ്റെ മത്സരവും ആയിരിക്കാം ഒരുപക്ഷെ ഈ സങ്കീർത്തനം രചിക്കുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത്. ശൗല് ദാവീദിനെ വേട്ടയാടുന്ന കാലത്ത് ദാവീദിനെ 3 പ്രാവശ്യം കുന്ത് മെറിഞ്ഞു കൊല്ലുവാൻ ശ്രമിച്ച കാര്യം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു. 2 ശമൂവേൽ 1:14 ഒരു അമാലേക്യൻ ശൗലിനെ വധിച്ച കാര്യത്തിൽ ദാവീദിൻ്റെ മനോഭാവം നോക്കുക. ദൈവത്തിൻ്റെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കൈ ഓങ്ങുവാൻ നിനക്ക് ഭയം തോന്നാതിരുന്നത് എന്ത് എന്ന് ദാവീദ് ചോദിക്കുന്നു. ശൗല് ദാവീദിനോട് എന്ത് ചെയ്തു എന്നല്ല, ശൗൽ ദൈവത്തിന് ആരാണ് എന്നാണ് ദാവീദിൻ്റെ ഉള്ളിലെ ചിന്ത. നമ്മെ ഉപദ്രവിച്ചവർ പലരും ഉണ്ടാകാം, അവർ സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകാം. അവരാരാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ല. എന്നാൽ ദാവീദ് ചോദിക്കുന്നു, ദൈവത്തിന് അവരാരാണ്, അല്ലെങ്കിൽ ദൈവത്തിന് ശൗൽ ആരാണ്? ഏതെങ്കിലും ചെറിയൊരളവിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർ ആത്മീയ ഗോളത്തിലും ഉണ്ടാകാം. നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക, ഫിലിപ്പിയർ 2:3 മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക. മാത്രമല്ല ഗലാത്യർ 5:15 വായിക്കുന്നത് ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കുവാനായിട്ട് ഇടവരരുത് എന്നാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യുന്നു, മാത്രമല്ല വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. ഒരു നിമിഷം എൻ്റെ ശ്രോതാക്കളെ ക്രിസ്തുവിൻ്റെ ജീവിതകാല അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സങ്കീർത്തനം 11:2 യേശു ക്രിസ്തുവിനെ ഉപായത്താൽ പിടിച്ച് കൊല്ലേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീശന്മാരും ഗൂഢാലോചന നടത്തി. തൻ്റെ കൂടെ ഏതാണ്ട് 33.5 വർഷം നടന്നിട്ടും ഒട്ടും പരിജ്ഞാനപൂർത്തിയിലേക്ക് വരാത്ത ആ യേശുവിനെ തക്കം നോക്കി യജമാനെ കൊടുക്കുന്ന യൂദയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവന് പണം ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഈ ഹതഭാഗ്യനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. കാശകത്തും യേശു പുറത്തും. ന്യായമല്ലാത്ത പണം സമ്പാദിക്കുന്നവർ ഏത് കാറ്റഗറിയിൽ ആയിരുന്നാലും ചിന്തിക്കുക, താൻ ഒരു തിത്തിരി പക്ഷിയെ പോലെയാകും. വിസ്തരിപ്പാൻ സമയമില്ല. യെരമ്യ 17:11 വാക്യമാണ്. ന്യായമല്ലാത്ത പണം സമ്പാദിക്കുന്നവൻ അത് കയറ് വാങ്ങാൻ ഉപയോഗിച്ചതും ശരിയായില്ല. അതാണല്ലോ അവന് കെട്ടിഞ്ഞാന്ന് ചത്തപ്പോൾ തൂങ്ങിയപ്പോൾ അവൻ തെറിച്ചു പോയതും അവന് കുടലെല്ലാം തുറിച്ചു പോയതും. നോക്ക്, അനീതിയുടെ കൂലി കൊതിച്ചവൻ വെറുതെ പോയില്ല. യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ അസ്ത്രം ഞാണിന്മേൽ തൊടുകയായിരുന്നു. യേശുവിനെ കള്ളസാക്ഷികൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അസ്ത്രം ഞാണിന്മേൽ തൊടുകയായിരുന്നു. അവർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യുകയായിരുന്നു. ഒരു പരമാർത്ഥിയായ ഒരു വ്യക്തിയെ
വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലെ യോസേഫാണ്. തന്നെ കുഴിയിൽ ചാടിച്ച ഇട്ടുകളഞ്ഞ തൻ്റെ സഹോദരന്മാർ തൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ വാചകം ഒന്ന് കേൾക്കുക. ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ അടിമകളാണ്, ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. ഉൽപ്പത്തി 42:11 വാക്യമാണ്. ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യുന്നവരെ ചേർത്ത് നിർത്തി കുടുംബം പണിയുന്ന ആ വിശ്വസ്തനായ യോസേഫിനെ നമുക്ക് കാണാണ്ട് കഴിയും. ശ്രദ്ധിക്കുക, ഉൽപ്പത്തി 45:4 വാക്യം. ഇങ്ങോട്ട് അടുത്തു വരിക. വന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ ഞാൻ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു. നമ്മെ വേദനിപ്പിച്ചവരെയും തിക്ത അനുഭവങ്ങൾ നൽകി അല്ലെങ്കിൽ സമ്മാനിച്ചവരെയും ചിലപ്പോൾ നാം അകറ്റി നിർത്തും. ഇവിടെ നോക്കുക, അവരുടെ മുൻപിൽ വന്ന് ഇത് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിയെന്ന് മാത്രമല്ല, അവർ വിറച്ചു. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, മറ്റു ചിലരെ അടുത്ത് നിർത്താനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. ഒരിക്കൽ നമ്മെ ചതിച്ചവരാകാം, നമ്മോട് അവിശ്വസ്ത കാട്ടിയവരെയും തെറ്റ് ചെയ്തവരെയും ചേർത്ത് നിർത്തുവാനായിട്ടുള്ളതായ ആ വിശാല മനസ്ഥിതി എല്ലാവർക്കും ഇല്ല കേട്ടോ. അത് യോസേഫിന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കും. മറക്കാൻ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരാം, ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരാം, പൊറുക്കാനും കഴിഞ്ഞെന്ന് വരാം. മറക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് കഴിഞ്ഞെന്ന് വരാം. പക്ഷേ അവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാചകം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമേ. മറക്കാനും ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ കഴിഞ്ഞെന്ന് വരാം, പക്ഷെ അവരെ ചേർത്ത് നിർത്തി ഒരു വീട് പണിയാൻ, ഒരു സഭ പണിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമുക്കത് സാധിക്കുന്നില്ല. അത് നമുക്ക് വിഷമമാണ്, അത് നമുക്ക് വിഷമമുള്ള കാര്യം അല്ലേ. പക്ഷേ തെറ്റ് ചെയ്തവരെ ചേർത്ത് നിർത്തി കുടുംബം പണിയുന്ന ആ സഭ പണിയുന്ന യോസേഫ് നമുക്ക് മാതൃകയാണ്. ദേ നോക്കിക്കോ, 12 ഒന്നായി, അകന്നവർ അകൽച്ച മാറ്റി. അതിന് കാരണം സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിച്ച സത്യങ്ങളാണ്. ആ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നാം വീട് പണിയുന്നത്. അപ്പോസ്തലർ 2-ാം അധ്യായത്തിന് 40 മുതൽ ഉള്ള ഈ 47 വാക്യങ്ങളിൽ 7 അടിസ്ഥാനം നമുക്ക് കാണാണ്ട് കഴിയും. ആ 7 അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ വീട് പണിയുന്നത്. സദൃശം 9:1 ബുദ്ധിമതിയുള്ള സ്ത്രീ വീട് പണിത് 7 തൂണിന്മേലാണ്. നമുക്ക് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കും. നമ്മുടെ വീടുകൾ വീഴാതിരിപ്പാൻ, സഭകൾ വീഴാതിരിപ്പാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതം വീഴാതിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ തൂണുകളുടെ ഉറപ്പ് മുമ്പോട്ട് വരുത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.